നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ തോറ്റു എന്നല്ല, എജ്ജാതി തോൽവി. റയലും പി എസ് ജിയും തമ്മിൽ കളിക്കുമ്പോൾ ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് സംഭവിച്ചില്ല. അനായാസമാണ് പി എസ് ജി റയൽ മാഡ്രിഡിനെ പഞ്ഞിക്കിട്ടിട്ട് പോയത്. കോർട്ടുവ മാപ്പ് പറയുന്നു. ആരാധകരോട് ഞങ്ങൾക്ക് മാപ്പ് പറയണം, പലതും പിഴച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, വി വാണ്ട് ടു അപ്പോളജൈസ് ടു ദി ഫാൻസ്. ആരാധകരോട് ഞങ്ങൾക്ക് മാപ്പ് പറയണം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊരു ടീം എന്ന നിലയിൽ പ്രസ് ചെയ്തില്ല. 2 ബിഗ് മിസ്റ്റേക്കുകൾ സ്റ്റാർട്ടിൽ തന്നെ വന്നു. അത് ഗെയിമിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സാബിയുടെ പ്ലാനുകൾ ഫോളോ ചെയ്യുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അതാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് പലപ്പോഴും ഞങ്ങൾ വേണ്ടത്ര മികവിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ടഫ് ഡിഫീറ്റാണ്. പക്ഷേ ഇതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. റൈറ്റ് ട്രാക്കിലേക്ക് മടങ്ങിയെത്തണം. ചിലപ്പോൾ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ്. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, മുന്നിലുള്ള വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാവുന്ന ഒരു ലേണിംഗ് കർവായിട്ട് ഇതിനെ കാണുകയും ചെയ്യാമെന്നുകൂടി പരാജയത്തിലും പോസിറ്റീവ് കാണാൻ ശ്രമിക്കുകയാണ് തിബോട്ട് കോർട്ടുവ. എന്തായാലും വലിയ പരാജയം, നാണക്കേടിൻ്റെ മറ്റൊരു അധ്യായം എന്ന് പറയും. കാരണം ഈ സീസണിലിപ്പോൾ ബിഗ് മാർജിനിലെ തോൽവികൾ കുറച്ചധികമായിട്ട് റയൽ മാഡ്രിഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി ചേർക്കപ്പെട്ടു. ഇതാ ഈ ഒരു സീസൺ, റയലിൻ്റെ ഈ സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സാബി അലോൺസോയും കൂട്ടരുമുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.